UDF സർക്കാർ അവരുടെ ഭരണം തുടങ്ങുന്ന ആദ്യം മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. ഈ സ്ത്രീകൾക്ക് ബസ് യാത്ര അത് ഒക്കെ അവർ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത് മാഡം? ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ആദ്യത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങൾ നോക്കുന്നത് അവരുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗവൺമെൻറ്, ആ സർക്കാരിന് ജനങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് രൂപീകരിച്ചു. 21 മന്ത്രിസഭ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ വന്നു. തീർച്ചയായിട്ടും അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനം എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഒന്നിച്ചുകൂടി ഒരു ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് TV ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് തീരുമാനമാണ് പ്രധാനമായും എടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനം സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ഈ 2 തീരുമാനങ്ങളും അവരെടുത്തു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു, അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രി, അത് വിശേഷിച്ചും ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ആശാപ്രവർത്തകർ, ഞാനാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളത്തിൽ. ആ ആശാപ്രവർത്തകർക്ക് അവർക്ക് നൽകുമെന്ന് പറഞ്ഞ അലവൻസ്, വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ അലവൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാബിനറ്റ് തീരുമാനം ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് സ്വാഗതം ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ എത്രയോ നല്ല നല്ല തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ മറക്കുന്നില്ല. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തെ ഗവൺമെൻറ്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയും സമാധാനവും ആശ്വാസവും നൽകുന്ന നടപടികൾ കൈക്കൊള്ളണം. അതുതന്നെയാണ് ഞാനും അഭ്യർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ അതിലും വിശേഷിച്ച് ബഹുമാന്യനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര അനുവദിക്കും. തീർച്ചയായും അത് സ്ത്രീകളെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡൽഹിയിലും അതുപോലെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള സ്ത്രീ വോട്ടർമാർക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കടക്കം, ചെറിയ പെൺകുട്ടികളെയും അത് ആകർഷിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ആണല്ലോ നമ്മളുള്ളത്. ഡൽഹിയിൽ മെട്രോയിൽ കയറിയാൽ പൈസ കൊടുക്കണ്ട, സൗജന്യമാണ്. അത് കുറച്ച് നാളായി. അത് നമ്മുടെ മുൻപത്തെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിലും ഉണ്ട്, മെട്രോയിലും ഉണ്ടല്ലോ. ഇല്ലേ? മെട്രോയിലില്ല, ബസ്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തവണ കയറി, ബസ്സിലാണെന്ന് തോന്നുന്നു. ബസ്സിലും ഡൽഹിയിലും ബസ്സിലാണ് സൗജന്യം. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഏറെ സാമ്പത്തിക ബാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരുപാട് സ്ത്രീകൾ ദിവസേന സഞ്ചരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് ഒരുപാട് ആളുകൾ KSRTCയെ തന്നെയാണ് ആശ്രയിക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്താനുള്ള വിശ്വാസം അവർക്കുണ്ടാവും. ബസ് നിരക്ക് കൂട്ടണമെന്നും കൂടി അവർ പറയുന്നു. ഈ അത്തരത്തിലൊരു വാദം ഉയർത്തുന്നത് ശരിയല്ല എന്ന എനിക്ക് തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പോൾ കാരണം അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ അതില്ലല്ലോ. ഇപ്പോൾ ഡൽഹി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരിയാണല്ലോ. ഇവിടെ ആ രൂപത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി, 5-10 വർഷമായല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയും പ്രൈവറ്റ് ബസ് ഉണ്ടാവുമല്ലോ. ഇനി പ്രൈവറ്റ് ബസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയണം.
അങ്ങനെ എന്തെങ്കിലും അവർ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രയാസം പ്രതിസന്ധി നേരിടുന്നു എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ. കാരണം അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടല്ല, ഒരു വ്യവസായത്തെ തകർത്തുകൊണ്ടല്ല ഒരു ക്ഷേമ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടത്. ആ വ്യവസായത്തെയും പ്രൈവറ്റ് മേഖലയിലുള്ള ബസ് സർവീസ് അത് നിലനിർത്തിക്കൊണ്ട്, അതും ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്നതാണ്. അത് നിന്നുപോയാൽ അതും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് കാണാതെ ആയിരിക്കില്ലല്ലോ. വെറുതെ ഒരു വാഗ്ദാനം പെട്ടെന്ന് ഒരു ദിവസം ഉണർന്നെണീറ്റിട്ട് പ്രഖ്യാപിക്കുന്ന വാഗ്ദാനമായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ആലോചിച്ചിട്ടായിരിക്കും. ടീച്ചർ ഇപ്പോൾ കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടല്ലേ ഡൽഹിക്ക് വരുന്നത്? അതെ. അതായത് ഇപ്പോൾ ഈ കണ്ണൂരിലടക്കം എന്താ ശരിക്കും പാർട്ടിക്ക് സംഭവിച്ചത്? അല്ല, അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്രയും നല്ല കാര്യങ്ങൾ, 10 വർഷക്കാലം വികസനത്തിൻ്റെ രംഗത്ത് സമാനതകളില്ലാത്ത വികസനം, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ ലജ്ജാകരമായ എന്ന് തന്നെ പറയാം, അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ ആഴത്തിലുള്ള പരിശോധന എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും ഞങ്ങൾക്ക് ഇതേ തോൽവി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുത്തനായിട്ടുള്ള തോൽവിയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ 2001 പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേവലം 40 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് 2006 വീണ്ടും വന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്ന 40 സീറ്റുകാർ ഭരണപക്ഷത്തെത്തിയപ്പോൾ 100 സീറ്റിലേക്ക് വന്നു. അന്ന് 100 സീറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരിൽ ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ചെറിയ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിന് പരാജയപ്പെട്ടു. പക്ഷേ അതിനു മുൻപ് ഇതിനേക്കാളും വലിയ പരാജയം ഇനി പാർലമെൻറ്റിലാണെങ്കിലോ 2019 2024 അതിദയനീയമായ പരാജയം നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ 2021 ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ ഒരു നല്ല വിഭാഗം മാറി മാറി ഓരോ ഗവൺമെൻറ്റിനെയും പരിശോധിച്ച് അവരുടെ നന്മതിന്മകൾ പരിശോധിച്ച് എന്നിട്ട് വോട്ട് ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. ടീച്ചറെ, തോൽവിക്ക് പിന്നാലെ ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ജനമനസ് അറിയാൻ കഴിഞ്ഞില്ല. അത് ജനമനസ് അറിയാൻ പാർട്ടി കഴിഞ്ഞില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവരുടെ നിസ്സംഗ മനോഭാവം കുറച്ചെന്നെ പേടിപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാ തലങ്ങളിലും ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ചപ്പോൾ അവരൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, അവർക്കൊരു ബുദ്ധിമുട്ടില്ല, എല്ലാം നന്നായിട്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഇവരുടെ മനസ്സ് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ പക്ഷെ അവരുടെ മുഖം മാത്രമേ ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിക്കുന്നില്ല, എന്നാൽ നല്ല നല്ല രീതിയിൽ നമ്മളെയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആ ഒരു മനസ്സ് ഉള്ളിൽ വെച്ച് പുറത്ത് പ്രവർത്തിച്ച കുറച്ച് ആളുകൾ അവിടെയുണ്ട്. അത് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നീട് പ്രവർത്തനത്തിലൂടെ അത് ഇല്ല എന്ന് തോന്നി. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിൽ എനിക്ക് ഒരു മാസം അവിടെ പ്രവർത്തിച്ചിട്ടും സാധിച്ചില്ല. കാരണം പയ്യന്നൂരിൻ്റെ ജനമനസ്സ് അറിയുന്ന ഒരാളായിരുന്നു ഞാൻ 10 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ അത്രയേറെ നല്ല നന്മ നിറഞ്ഞ, യാതൊരു അസ്വസ്ഥതയില്ലാത്ത, ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂരിൻ്റെ മണ്ഡലം. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവരും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലില്ല. അവർ തമ്മിലൊരു സൗഹൃദ മത്സരം പോലെയാണ് പയ്യന്നൂരിലൊക്കെ. 2 പ്രാവശ്യം ഞാൻ മത്സരിച്ചപ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആരും ആരെക്കുറിച്ചും ഒന്നും പ്രത്യേകിച്ച് പറയാറില്ല. വികസനം, കാര്യങ്ങൾ, പദ്ധതി, ഇതൊക്കെയാണ്. രാഷ്ട്രീയം പറയും. ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ജനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കഴിഞ്ഞ ഒരു 5 വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി 2 ചേരികളായിട്ട് നിന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണെന്നുള്ളത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.